ഈ വർഷത്തെ കലണ്ടർ മാറ്റാൻ ഇനി അധിക ദിവസമില്ലല്ലേ? ഒരു വർഷം നമ്മൾ ജീവിച്ച് കടന്ന ദിവസങ്ങൾ. ഒരു കഥ കേട്ടാലോ? അപ്പോൾ കഥയും കഥാപാത്രവും തികച്ചും സാങ്കല്പികം മാത്രമാണ്. കഥ കേൾക്കാം. 2025 അവസാനിക്കുന്ന രാത്രി ഭിത്തിയിൽ തൂങ്ങിയിരുന്ന പഴയ കലണ്ടർ ഇറങ്ങേണ്ട സമയമായി. അവൾ പതുക്കെ അതിലേക്ക് നോക്കി. ഒരു പേപ്പർ മാത്രമല്ല അത്, ഒരു വർഷം മുഴുവൻ ജീവിച്ച ജീവിതത്തിൻ്റെ അടയാളങ്ങൾ. ജനുവരിയിൽ ഒരു ഡേറ്റ് ചുവന്ന പേന കൊണ്ട് വട്ടിട്ടിരിക്കുന്നു. അമ്മയുടെ പിറന്നാളാണ്. അന്ന് കേക്ക് വാങ്ങാൻ പൈസ കുറവായിരുന്നെങ്കിലും അമ്മയുടെ ചിരി ആ വിഷം അങ്ങ് മായ്ച്ചു കളഞ്ഞു. ഫെബ്രുവരിയിൽ ഒരു ഹാർട്ട് അടയാളം. വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. പക്ഷേ അതേ മാസത്തിനുള്ളിൽ വട്ടത്തിനരികിൽ ഒരു ചെറിയ കുരിശടയാളം കൂടി. വാക്കുകളില്ലാത്ത ദിവസങ്ങൾ അവിടെ തുടങ്ങി. മാർച്ച് മാസത്തിൽ ഒരു നീണ്ട വര. പീരീഡ്സിൻ്റെ ഡേറ്റാണ്. വേദനയോടെ ജോലിക്ക് പോയ ദിവസങ്ങൾ. ഇന്നത്തെ ദിവസവും തള്ളി നീക്കേണ്ടേ എന്ന് സ്വയം പറഞ്ഞ് മുന്നോട്ട് നടന്ന ദിവസങ്ങൾ. ഏപ്രിൽ മാസത്തിൽ ചെറിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു, പാലിൻ്റെ പൈസ കൊടുക്കണം. ജീവിതം വലിയ സ്വപ്നങ്ങൾ കാണിച്ചില്ലെങ്കിലും ജീവിക്കാൻ വേണ്ട ചെറിയ ഉത്തരവാദിത്തങ്ങൾ അവൾ ഒരിക്കലും മറന്നിട്ടില്ല. ജൂൺ മാസത്തിൽ ഒരു തീയതി കറുപ്പിച്ചടയാളപ്പെടുത്തിയിരിക്കുന്നു. വാക്കൊന്നുമില്ല, കാരണം അതൊരു മരണമായിരുന്നു. ഓർക്കാൻ വേദനിക്കുന്ന എന്നാലും മറക്കാൻ കഴിയാത്ത ദിവസം. ഓഗസ്റ്റ് മാസത്തിൽ കല്യാണ ഡേറ്റാണ്. എൻ്റെ കണ്ണീർ കണ്ണിൽ ഒളിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ സന്തോഷത്തിനായി ചിരിച്ച ദിവസം. അങ്ങനെ മാസങ്ങൾക്കൊടുവിൽ ഡിസംബർ വന്നെത്തി. ഇതിനിടയിൽ ഒരുപാട് തീയതികൾ, EMI, ഫീസ്, മരുന്ന്, കടം, പ്രതീക്ഷകൾ. ഇപ്പോഴിതാ 2026 അടുത്തു തുടങ്ങി. പുതിയ കലണ്ടറിൽ സന്തോഷങ്ങൾ വരും, സങ്കടങ്ങൾ വരും, നഷ്ടങ്ങൾ വരും. എന്നാൽ ജീവിതം കലണ്ടറിൽ എഴുതുന്ന ഒന്നല്ല, നാം അവയിലൂടെ എങ്ങനെ കടന്നുപോയി എന്നതാണ്.